ഈ ഊക്കല് നിങ്ങളുടെ മെയിൻ പരിപാടിയാണ് അല്ലേ? മാസ്ക് ഉണ്ടെങ്കിലേ നമുക്ക് പച്ചക്ക് എന്തും പറയാം. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നമ്മുടെ ലൈൻസ് പറഞ്ഞ മുന്നിൽ പുഞ്ചിരി തൂകണ ചേച്ചി പിന്നില് എന്തിനേ ക്ഷണി കാച്ചി. ഒന്നും കൂടെ ഒന്ന് ഈ മാസ്കിനുള്ള AC വെക്കണം ആഗ്രഹം. നിങ്ങൾ ബേസിക്കലി എവിടെ ഉള്ളവരാ? ഫ്രാങ്കായി പറയാണ് മച്ചാനെ, ഇവിടെ മയിലും ശരിയാവൂല, ഒറ്റക്കിരുന്ന് മൈലില്ലാണ്ടായി ചിന്തിച്ചു കൂട്ടി ബാട്രിപ്പായി. എങ്ങനെയുണ്ടായിരുന്നു സുഷിൻ ശ്യാം എന്ന് പറയുന്ന ഒരു മ്യൂസിക് കമ്പോസറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്? ചായക്കട എന്നൊക്കെ പരിചയപ്പെട്ട ഏട്ടനെ പോലെ. പാടാൻ കുറച്ച് ബുദ്ധിമുട്ടി ഫസ്റ്റില്, എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാടെ മൈര എന്ന് പറയാൻ പോലും പറ്റുന്നില്ല എന്നാണ് നമ്മൾ പാട്ടുകൾ പറയണത്. അപ്പൊ അവരെല്ലാരും പറയണ ഒരു ഡയലോഗാണ്, കടത്തിന് മേലെ കടം വേണ്ടേ അർമാദിക്കാം. അതെ. ഹേ എവരിവൺ, സൂപ്പർ ഡ്യൂപ്പർ മ്യൂസിക്കിന്റെ മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അഞ്ജും മെഹബൂബ്. ഇന്ന് നമ്മളോടൊപ്പം മ്യൂസിക് വിശേഷങ്ങളുമായിട്ട് ചേരുന്നു മലയാളി മങ്കീസ്. Once again, welcome to Super Duper Music present Let's Talk Music. ലെറ്റ്സ് ടോക്ക് മ്യൂസിക്കിലേക്ക് മലയാളി മങ്കീസിന് സ്വാഗതം. അപ്പോ ഇത് ബ്രെയ്ഡ്, ഇത് സ്പൈക്ക്, ദി ബാൾഡ്, ദി ബ്രെയ്ഡ്, ദി സ്പൈക്ക്, ദി ബാൾഡ്. പേര് പറഞ്ഞല്ലോ ബ്രെയ്ഡ്. അതെ, അവിടെ പേര് നല്ല ബുദ്ധി, ഇത് മൊട്ടമങ്കി. നല്ല ട്രിക്ക്. അറിയാണ്ടെങ്ങാനും പേര് പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. ഒരാളെ തന്നെ സഹിക്കുക എന്ന് പറയുന്ന കഷ്ടമാണ്. അപ്പൊ 3 പേരെ പിടിച്ചിരുത്തി സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് ഫണ്ണായിരിക്കും അല്ലേ? പിന്നെ ആവട്ടെ. ഓക്കെ, ശരിയെന്നാ. അപ്പൊ ഞാൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. എനിക്കറിയേണ്ട എങ്ങനെയാണ് ഈ മലയാളി മങ്കീസ് രൂപപ്പെട്ടത്? തുടക്കം തൊട്ട് പറയാം. അപ്പൊ മലയാളി മങ്കീസിന്റെ 2020 കോവിഡ് കഴിഞ്ഞിട്ടല്ലേ? കോവിഡിന് മുമ്പാണ്. അല്ല, കോവിഡ് കഴിഞ്ഞിട്ട്. നിങ്ങളൊരു ധാരണ കോവിഡ് ടൈമിൽ അങ്ങനെ ആക്കാം. അപ്പൊ ഞങ്ങൾ ധാരണ എത്തി. കോവിഡ് ടൈമിൽ നമ്മള് അപ്പൊ അങ്ങനെ ജാം ചെയ്യണ സമയത്ത് ഉണ്ടായ ഒരു പാട്ടായിരുന്നു ഊമ്പലും കഞ്ഞിയും. അവിടുന്ന് നമ്മൾ സത്യം പറഞ്ഞ പാട്ടുണ്ടാക്കിയിട്ട് ആ പാട്ടിറക്കാൻ എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റ് നെയിം ക്രിയേറ്റ് ചെയ്യണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ മലയാളി മങ്ക, എന്നാ മങ്കീസ് ആക്കാം, മങ്കേനെ മാറ്റി മങ്കി എന്നുള്ള സാധനം വന്നു. അങ്ങനെ മലയാളി മങ്കിയായി. അപ്പൊ 3 പേരായതുകൊണ്ട് മലയാളി മങ്കീസായി. ഓക്കെ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഞാൻ നോക്കിയപ്പോഴേ അതിൽ കിടക്കുന്നു മോഡേൺ പോയിറ്റ്സ് വിത്ത് മെലഡീസോ അങ്ങനെ ഒന്നുണ്ട്. പൊളിറ്റിക്കലി സർക്കാസ്റ്റിക് അല്ലേ? അതെന്താ നിങ്ങൾ ആ ടാഗ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ചേടാ, ചോദ്യം ഇങ്ങോട്ട് പാടില്ല, ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു തരണം, നിങ്ങളുടെ ഐഡിയ എന്താണ്? അതായത് ഈ മലയാളി മങ്കീസ് കൊണ്ടുള്ള നിങ്ങളുടെ ഐഡിയ എന്താ? നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അത് സെൽഫ് എക്സ്പ്ലനേറ്ററി. മോഡേൺ പോയിറ്റ്സ് എന്ന് പറഞ്ഞ അർത്ഥം ആധുനിക കവികൾ വിത്ത് മെലഡീസ്. മെലഡീസ്, മെലഡി എന്ന് പറഞ്ഞ ട്യൂൺ. അപ്പൊ ആധുനിക കവികൾ വിത്ത് മെലഡി. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പൊളിറ്റിക്സ് പറയാനുണ്ട്. ഞങ്ങളുടെ പാട്ടുള്ള വരികളെല്ലാം എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ടാവും, ഒരു സാധാരണക്കാരന്റെ ജീവിതം. ഈ പൊളിറ്റിക്സ് കുറച്ച പാർട്ടി അല്ല കേട്ടോ, പൊളിറ്റിക്സ് ആണല്ലോ നമ്മുടെ ലൈഫിലെ നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ സൊസൈറ്റിനോടുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പൊ ആ കാഴ്ചപ്പാടിനെ ഏറ്റവും സർക്കാസ്റ്റിക് രീതിയിൽ അവതരിപ്പിക്കുന്ന. കാരണം നമ്മൾക്ക് എപ്പോഴും ചിന്തിക്കുമ്പോൾ ചുറ്റും നടക്കണയൊക്കെ ഒരു സർക്കാസ്റ്റിക്കലിയാണ് തോന്നുക. ഇപ്പൊ എന്തിലും ആ സമയത്ത് ചിലപ്പോൾ നമ്മളതൊന്ന് വിറയ്ക്കും, പോലീസ് പിടിച്ചാലും ടെൻഷനാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഈവന്റ് പിന്നെ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറെ ക്വേർക്കി സർക്കാസ്റ്റിക് പരിപാടി നടക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഇപ്പോ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു ഉഡായിപ്പും ചുറ്റുമുള്ള ഉഡായിപ്പും നമ്മുടെ ഉഡായിപ്പാണ്, ലോക ഉഡായിപ്പാണ്. അപ്പൊ ആ ഉഡായിപ്പിനെ ഒന്നും കൂടെ പാട്ടിന്റെ രൂപത്തിൽ പ്രസന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ മൊത്തത്തിൽ തല തെറിച്ചവർ എന്നാണോ പറയപ്പെടുന്നത്? അങ്ങനെ ഒരു ടാഗ് ലൈൻ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, തല തെറിച്ചവർ എന്നുള്ള രീതിയിൽ. അത് ചിലപ്പോ തല ഇല്ലാത്തോണ്ട് മാസ്ക് വെച്ചോണ്ട് അങ്ങനെ. അല്ല, അങ്ങനത്തെ ഇപ്പം നമ്മൾ ചിലപ്പോഴേ നമ്മൾ ഭയങ്കര ക്ലിയർ ആയിട്ട് ഇപ്പം നല്ല രീതിയിൽ നിൽക്കുക, അതായത് ഇതേപോലെ മാസ്ക് ഇല്ലാണ്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുമല്ലോ, അങ്ങനെയുള്ളവരാണല്ലോ നോർമലി സൊസൈറ്റിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഭയങ്കര രീതിയിൽ എന്താ പറയാ, അതാ ആക്ച്വലി അവരാ മാസ്ക് ഇട്ട് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഉള്ള ചമഞ്ഞ് നിൽക്കുമല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പാട്ടുകളിലൂടെ നിങ്ങൾ പ്രസന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അത് എല്ലാവർക്കും അക്സെപ്റ്റ് ആവണമെന്നില്ല. മനസ്സിലായില്ല? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ലേബിൾ എന്ന് പറയുന്നത് ഞങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ആ ഒരു സംഭവമാണോ? നിങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഫ്രാങ്കായി പറയാ, മറിയില്ലാതെ അതിനൊന്നും കൂട്ടാതെ
അങ്ങനെ പറയാം. അതായത് നിങ്ങൾ മാത്രമേ മാസ്ക് വെക്കുന്നുള്ളൂ, നിങ്ങളുടെ ഐഡിയോളജീസ് മാസ്ക് ഇല്ല, അതാണോ? ഇപ്പൊ കൂട്ടുകാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോ എങ്ങനെയാണ് അപ്പൊ ആ ഒരു ആംഗിൾ എന്ന് പറയാം? തിരിക്കാൻ പറ്റില്ല ഈ ആംഗിൾ തന്നെ പറയണം. എന്താ സംഭവിച്ചാലേ, നമ്മളിപ്പോ മാസ്ക്, ഒരു മനുഷ്യൻ എപ്പോഴും മാസ്ക് എടുക്കും. ഇപ്പൊ നമ്മള് നിങ്ങൾ തന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു മാസ്ക് ഇട്ട് ഇരിക്കുന്നുണ്ടാവുക. നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ വേറെ ആയിരിക്കും, ഫ്രണ്ട്സിനൊക്കെ വേറെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ ഇതിട്ട് എല്ലായിടത്തും ഒരുപോലെയാണ്. ഈ ഐഡിയ ആരുടെയാ, ഈ മാസ്ക് വേണമെന്നുള്ള ഐഡിയ? അത് ഞങ്ങൾക്ക് മുഖം കാണിക്കാൻ മുഖം കാണിക്കാണ്ട് 4 വർത്താനം പറയാനുള്ളതുകൊണ്ടാണോ? അങ്ങനെ പറയാനുള്ള ചിലപ്പോ ഈ മാസ്ക് ഉണ്ടെങ്കിലേ നമുക്ക് പച്ചക്ക് എന്തും പറയാം. ഇപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫേസ് വെച്ചിട്ട് നിങ്ങൾ ഒരു ജഡ്ജ്മെന്റ് പോകും. ഫസ്റ്റ് നമ്മുടെ ഫേസിലെ താടിയുടെ തെറി വിളിച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് അറിയില്ല ആരാ തെറി വിളിച്ചു. ഞാൻ മാസ്ക് നിങ്ങളുടെ അടുത്ത് നിന്നാലും അതെ, അയാളൊരു കമ്മ്യൂണിസ്റ്റ് ആണോ BJP ആണോ അയാൾ കോൺഗ്രസ് ആണോ അറിയില്ല, ഹിന്ദു ആണോ മുസ്ലിം ആണോ? നിങ്ങൾക്ക് എന്തും അപ്പൊ പറയാം ഈ മാസ്ക് വെച്ചിട്ട്. കോമണാലിറ്റി ഉണ്ട്. നമ്മളെ ഒരു സിമ്പലാണ്. അപ്പൊ ആ സിമ്പലിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ ഈ സിമ്പലിന് എന്തും സംസാരിക്കാം. മറ്റേ നമുക്ക് അത് പറ്റില്ല. നമുക്ക് നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫീച്ചേഴ്സ് വെച്ച് തന്നെ ഫസ്റ്റ് ഒരു ജഡ്ജ്മെന്റ് വരുന്നതായിരിക്കും. അത് ബ്രേക്ക് ചെയ്യുക. ആ വോൾ ഇല്ലാതെ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഇതിപ്പോ ഞങ്ങൾ 3 പേര്, ഇതിന് 3 പേരെ കാറ്റഗറൈസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇതിൽ ആര് എന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ 3 പേരെ സ്വഭാവം ആർക്കും മനസ്സിലാവില്ല. ജസ്റ്റ് ഒരു 3 സിമ്പിൾസ് ആണ് സ്പീക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന്, പിന്നെ മെയിൻലി നമ്മുടെ ഐഡിയയിൽ ഈ മങ്കീസ്, മലയാളി മങ്കീസ് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഫസ്റ്റ് മൈൻഡിൽ വന്നത് മറ്റേ ഗാന്ധിജിയുടെ 3 മങ്കി സ്ട്രക്ചേഴ്സ് ഇല്ലേ, മറ്റേ കണ്ണടച്ച് ആ ഒരു സിംബോളിസവും എല്ലാം കൂടെ മൈൻഡിൽ വന്നപ്പോൾ രസമുണ്ട്, നല്ല പരിപാടി. പിന്നെ മങ്കീസ് എന്ന് പറഞ്ഞാൽ ചാടി നടക്കണ ക്രേസി ആയിട്ടുള്ള ഒരു ആനിമൽ എന്നുള്ള ഒരു ടാഗുള്ള സാധനമാണല്ലോ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോർമലി ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതെ, നോർമലി ആക്ച്വലി മനുഷ്യർക്ക് ഇഷ്ടമല്ല കുരങ്ങുകൾ എന്ന് വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതാണ് ഇഷ്ടം അല്ലേ? നിങ്ങൾ മങ്കീസ് എന്ന് വിളിക്കുന്നതാണ് നിങ്ങൾക്ക് ഓക്കെ. അതെ, നമ്മളത് അങ്ങനെ ആക്കിക്കൊണ്ടുവരിക. മനുഷ്യരായിട്ടില്ല. മനുഷ്യരാകുമ്പോ മാസ്ക് കൂരി മറ്റേ അഭിനയിക്കുന്നുണ്ടാവും. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കാം എന്നുള്ളൊരു സംഭവം ഉണ്ടോ? ഈ മാസ്ക് മാറ്റി മറ്റേതോ ഇടയ്ക്ക് ഒരു റെസ്ലർ ഒക്കെ ഇതേപോലെ റിവീൽ ചെയ്തില്ലേ ഫേസ്, അതേപോലെ ആ പുള്ളിക്കാരെ പോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ? കുറെ നാളൊക്കെ കഴിഞ്ഞ് ഈ മാസ്ക് അങ്ങ് മാറ്റി വന്നിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരു പ്ലാനേ ഇല്ല ഞങ്ങളുടെ മൈൻഡില്. ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഈ മാസ്കിനുള്ള AC വെക്കണം ആഗ്രഹം. അതെ, മാസ്ക് ഒന്ന് ബെറ്റർ ആക്കണം. നിങ്ങൾക്ക് ഒത്തിരി മാസ്ക് ഉണ്ടോ ഇതല്ലാണ്ട് വേറെയും? ഞങ്ങളുടെ മാസ്ക് ഒരു കാലത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു. എല്ലാ വേലയിലും ഉണ്ട്, എല്ലാ ഉത്സവത്തിനും വെക്കുന്ന ഒരു മാസ്ക് ആയിരുന്നു ഞങ്ങളുടെ. നിങ്ങൾ ബേസിക്കലി എവിടെ ഉള്ളവരാ? കേരളത്തില് കൊച്ചിയിലാണ്. ഓക്കെ, നിങ്ങൾ വർക്ക് എല്ലാം ചെയ്യുന്നത് കൊച്ചി ബേസ്ഡ് ആയിട്ടാണോ അതോ ഐ മീൻ കൊച്ചിയിൽ മാത്രമാണോ അങ്ങോട്ടേക്ക്? ഓക്കെ, കൊച്ചിയിലാണ് കൂടുതലും. ഓക്കെ, ഫൈൻ. നിങ്ങളുടെ ഫസ്റ്റ് പാട്ട് ഏതാ? ആദ്യം നിങ്ങൾ ഔട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഒരു അത് തന്നെയാണ്, അത് തന്നെ ഫസ്റ്റ് ആ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയതില് അല്ലേ? പിന്നെ അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റ് മൂവിയിലേക്ക് പോകണം, അങ്ങനെയാണോ? ഈ പാട്ടിലൂടെയാണോ നിങ്ങൾ മൂവിയിലേക്ക് കയറുന്നത്? പിന്നെ ഞങ്ങൾ 2-3 പാട്ട്. സോ ഞങ്ങളത് ഇൻഡിപെൻഡന്റ്ലി ഫസ്റ്റ് ഇറക്കി മുമ്പിൽ കഴിഞ്ഞു. അപ്പൊ അത് വൈറലായി, അത് ഹിറ്റായ സമയത്ത് തിങ്ക് മ്യൂസിക് എന്ന് പറഞ്ഞ ലേബൽ ഉണ്ട്. അപ്പൊ തിങ്ക് മ്യൂസിക് നമ്മൾ അപ്രോച്ച് ചെയ്ത് അങ്ങനെ അവർ അതിന് മ്യൂസിക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നല്ലൊരു റാപ്പ് വന്നു. അപ്പൊ അവർ ഇനിയും നമുക്ക് ട്രാക്സ് ഒപ്പം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പിന്നെ 2 ട്രാക്ക് നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് അപ്പൊ ഒരു 2-3 ഐഡിയാസ് ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇവര് ഓണാക്കാന്ന് പറഞ്ഞപ്പോ നമ്മളും അതിരുന്ന് നമുക്കത് പാട്ടുകൾ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അതിൽ ഒരു സോങ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇറക്കി. ആ സമയത്ത് എന്തുമായിരുന്നു പറഞ്ഞൊരു പാട്ട് ഇൻഡിപെൻഡന്റ് ഇറക്കി. ഫ്രാങ്കായി പറയാണ് മച്ചാനെ, ഇവിടെ മയിലും ശരിയാവൂല, പ്ലാനെല്ലാം പലതും ഉണ്ടായേ, ഇപ്പൊ പ്രാന്തായി ട്രിപ്പായിരിപ്പാണ്. ഇവിടെ മയിലും ശരിയാവൂല. അത്രേ ഉള്ളൂ. എനിക്ക് മറ്റേത് ഇഷ്ടം. എല്ലാം പള്ളിയും പിടിച്ച് മയില് വയ്യാണ്ടായി, എല്ലാം തെണ്ടിക്കും ഞാനിപ്പോ റോങ് ഡൂഡായി, ഒറ്റക്കിരുന്ന് മയില് ഇല്ലാണ്ടായി, ചിന്തിച്ചു കൂട്ടി ബാഡ് ട്രിപ്പായി. അപ്പൊ ഇങ്ങനെ ഒരു പാട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ശേഷം നമ്മൾ ഊക്ക് എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തു. ഇല്ല, അതിങ്ങനെ ആ ഒരു ടൈമിൽ എല്ലാരും ഊക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഊക്കുന്ന ടൈം ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പരസ്പരം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഊക്കുന്ന ടീമാണ്. അപ്പോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടും. നിനക്കൊക്കെ ഊക്കാൻ തൂക്കാൻ ഞാൻ എന്താ ചെണ്ടയോ, നിനക്കൊക്കെ എയറിൽ കയറ്റാൻ ഞാൻ എന്താ ബാണമോ,
അങ്ങനെ പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാസം പോലെ പ്രാസം അങ്ങനെ എല്ലാ പാട്ടിലും പ്രാസം ഉണ്ടാവും. എല്ലാ പാട്ടിലും പ്രാസം ഉണ്ട്. ഇത് അങ്ങനെയല്ല, ഇത് നമ്മള് ചുറ്റും നടക്കണേല് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന കാര്യം എടുക്കുക. അപ്പൊ ആ സമയത്ത് കുറെ ആൾക്കാർ ഊക്കപ്പെട്ടോണ്ടിരിക്കുന്നു. ആ സമയത്തൊക്കെ ഇവനൊന്നും ഞാൻ നിലത്ത് നിർത്തിയില്ല. അങ്ങ് ഊക്കും. അപ്പൊ നമ്മള് ഊക്ക് എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തു. അതും ഇതേപോലെ മ്യൂസിക് വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ഇട്ട് തിങ്കായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് പാരലലി ഇങ്ങനെ സുഷിൻ ശ്യാം വിളിച്ച് നമ്മള് ആവേശത്തില്. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് മൂവി ആവേശം? അതെ അതെ. നമ്മളതുവരെ മൂവീസിന് ഒരു പൊട്ടൻഷ്യലേ കണ്ടിട്ടില്ല. നമ്മളൊരു പാരലലി ഇങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാരലലി പച്ച പിടിച്ച് പോവാം, കുറച്ച് പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നുള്ള മൂഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണേ, എന്താണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ആ ഒരു ഐഡിയ ഒന്ന് പറയാമോ? ഇഷ്ടമുള്ള പറയാ. അതിന് മേലെ ഒരാൾക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ നമുക്ക് പറയാനുള്ള പറയാ. ആരും അത് തൂക്ക് ഇത് തൂക്ക് അത് മാറ്റി ഇത് മാറ്റി ഒന്നും കേൾക്കാതെ ഇഷ്ടമുള്ള പറഞ്ഞ് ഒരാളുടെയും മണ്ടറില്ലാതെ നമുക്ക് തന്നെ അതിന് നമ്മൾ വിൽക്കും, നമ്മൾ പൈസ ഉണ്ടാക്കുന്നു. നമ്മൾ സ്ട്രീമിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കി അങ്ങനെ വളരെ പീസായിട്ട് ഞങ്ങളിപ്പോ ചെയ്ത പൈസ എല്ലാം ഞങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ സിനിമയ്ക്ക് പോകുമ്പോൾ സിനിമയ്ക്ക് ഒരു കളർ ഉണ്ടാവും, അതിനനുസരിച്ച് ആ സിനിമയുടെ വേൾഡിൽ നമ്മൾ ഷൂട്ടബിൾ ആയി നിൽക്കുകയാണല്ലോ, സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഇല്ല. ഇപ്പൊ നമുക്ക് തോന്നുന്ന ഇമോഷൻ നമ്മുടെ മാത്രമാണ്. അതിനിപ്പോ വേറൊരാൾ അതിന് മേലെ ഒരു ഹൈറാർക്കി ഒന്നും ഇല്ല. പിന്നെ അതിന് റവന്യൂ ആണെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും മോസ്റ്റ്ലി. അത് ചോദിക്കാൻ ആരും വരത്തില്ല. ഫുള്ള് ഇൻഡിപെൻഡന്റ്. ഈ ലേബൽസിൽ ഇറക്കണതും ഇൻഡിപെൻഡന്റ് അതിനെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് പറയാൻ പറ്റില്ല. ബിക്കോസ് അതൊരു ലേബലിന്റെ അണ്ടർ അവര് നമ്മള് പേ ചെയ്തിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. സോ അതിന്റെ ഓണർഷിപ്പ് അറ്റ് ലാസ്റ്റ് ലേബലിനാണ്. പക്ഷെ എന്താ അവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കുറെ ലേബൽസ് ഒക്കെ നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യും, നമ്മളത് എടുത്തിട്ട് നമ്മൾക്ക് അറിയുന്ന പോലെ നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള പോയിന്റിലുണ്ട്. സോ അവിടെ അതൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ചെയ്യുന്ന ട്രാക്ക് ഇൻഡിപെൻഡന്റ് ആണ്. കാരണം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി ചെയ്തിട്ട് അതിനെ പിന്നെ കമേഴ്ഷ്യലൈസ് ചെയ്യാം. ഇൻഡിപെൻഡന്റ് എന്നുള്ള ടേം കുറച്ച് ട്രിക്കിയാണ്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും ഫ്രീഡത്തോടെ ചെയ്യുന്ന ഒരു ട്രാക്കിനെ ആ ആർട്ടിസ്റ്റിനാണ് ഇൻഡിപെൻഡന്റ് ട്രാക്ക് എന്ന് പറയാം. പക്ഷെ അത് വിൽക്കുന്നതുണ്ട്, വിൽക്കാതെ അവർ തന്നെ ഇറക്കുന്നുമുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് തകരയില്ലേ. അപ്പൊ ആ പുട്ടുപാട്ടിന്റെ ഓദറാണ് തകര എന്ന് പറയുന്ന ബാൻഡ്. ഈ ബാൻഡ് ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എനിക്കിട്ട് കൊട്ട് അല്ല. ഈ പാട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പണം കണ്ട ഞാൻ പാടിയില്ലേ, എനിക്കറിയാം, സംഭവം അറിയാം. ഒരിക്കലും ഇപ്പൊ നിങ്ങളാരെയും കുറ്റമൊന്നും പറയാൻ പറ്റില്ല അതിന്. പണ്ട് റേഡിയോയിലൊക്കെ ഇങ്ങനെ പറയാലോ, മറ്റേ ആലാപനം രചിച്ചത്. പണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. ഇപ്പൊ റേഡിയോയിലാണെങ്കിൽ നമ്മൾ ഒരു പാട്ട് വരുന്നതിന് മുമ്പ് അവരതിന്റെ ഡീറ്റെയിൽസ് പറയും, ഏത് പാടം മ്യൂസിക്കിനെ പറ്റി എല്ലാം പറയും. അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞാൽ ഫാസ്റ്റ് ആയി, ആൾക്കാർക്ക് ഇൻഫോർമേഷൻ ആവശ്യമില്ല, കണ്ടന്റ് മാത്രം തിന്നിട്ട് പോവാ എന്നുള്ള മൈൻഡാ. അപ്പൊ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ നിങ്ങൾ ആവേശം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ഏതാ? മാസ്മരികല്ലേ, അല്ല മറ്റേ മരണമാസിൽ ഏത് പാട്ടാ? അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ത്രൂട്ട് പാട്ട് പോകും. വെട്ടിയെടുക്കാന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, മാസ്മരികം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിൽ ഈ സൈക്കോ കില്ലറൊക്കെ കൊല്ലുന്ന സമയത്തും കുറെ ആ ട്രാക്ക് 3-4 പ്രാവശ്യം. ഈ ആക്ച്വലി നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അത് കമ്പോസ് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്, പാടുന്നുണ്ട്. അപ്പൊ ഈ ആവേശത്തില് എന്തായിരുന്നു നിങ്ങൾ പാട്ട് പാടുന്നത് മാത്രം? പ്യുവർ പ്ലേ ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു സുഷിൻ ശ്യാം എന്ന് പറയുന്ന ഒരു മ്യൂസിക് കമ്പോസർ ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്? ചായക്കടന്നൊക്കെ പരിചയപ്പെട്ട ഏട്ടനെ പോലെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഭയങ്കര ചിൽ വർക്ക് ചെയ്ത എല്ലാ മ്യൂസീഷ്യൻസിന്റെ ഒക്കെ ഭയങ്കര കംഫർട്ടാണ്. അങ്ങനത്തെ ഒരു ഭാഗ്യമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളായിട്ടും വിട്ടിട്ടുണ്ട് നല്ല സ്പേസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കൾച്ചർക്ക് ഭയങ്കര മാറി പോകുന്നു. ഭയങ്കര ഇപ്പത്തെ എല്ലാ അപ് മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് മൂഡാണ്. അല്ലാതെ പഴയ പോലെ പിടിച്ചിരുത്തുമ്പോ അവരും പിടിച്ചു നിർത്തും. അപ്പൊ നമ്മളൊരു ഇത്തിരി ബാക്ക് ഔട്ട് ചെയ്ത് നമ്മളിങ്ങനെ കവർ ചെയ്ത് നോക്കുമ്പോ പറയും, അവർക്ക് വേണ്ടത് അവർ പറയും. പക്ഷെ ഭയങ്കര ഫ്രീഡം, ഭയങ്കര കംഫർട്ട് ആക്കിയിട്ട് സാധനം പരിപാടി നടത്താറുള്ളൂ. അത് എഴുതിയ വിനായക് ശശികുമാർ ആണെങ്കിലും പുള്ളിയും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആളും എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പാടാൻ കുറച്ച് ബുദ്ധിമുട്ടി ഫസ്റ്റില്, പുരമതികിനി പുനരധിവാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് മറ്റേ തന്നിഷ്ട കൂത്തൊന്നും നമ്മൾ വീട്ടിൽ പറയുന്നല്ലോ. സ്വാതന്ത്ര്യം മൂക്കിൻ താഴെ വന്നൊരു ആത്മവിശ്വാസം കാണും കണ്ണുകൾക്ക് ഇത് ഹാസ്യം, ചില നേരം ആഭാസം, അവിവേകമാണ് ലക്ഷ്യം, അവതാളമാക്കാം മൊത്തം. അതിനൊരു കുറച്ച് ടങ് ട്വിസ്റ്റർ പരിപാടി ഉണ്ട് പാട്ടില്. നിങ്ങളുടെ മെയിൻ ഇത് പ്രാസം വെച്ചിട്ടുള്ള ഒരു പ്രാസം. അത് എനിക്ക് തോന്നുന്നു പ്രാസം എന്നുള്ളത് യൂഷ്വലി എല്ലാ പാട്ടിലും ഉണ്ട്. എല്ലാവിടെ ഉണ്ട്. അതൊരു യൂഷ്വൽ ഒരു അട്രാക്റ്റീവ് സാധനമാണ് പാട്ടിന്റെ ഉള്ളിൽ പ്രാസം എന്നുള്ള സാധനം. ഓക്കെ, സോ എങ്ങനെയാണ് നിങ്ങൾ വാഴ 2 എത്തിപ്പെട്ടത്?
ഞങ്ങൾ ഓൾറെഡി ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളം നടക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഹാഷിറിന് പറയുന്നതുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഇത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാഷിറിന്റെ ഒരു ഫേമസ് റീലില്ലേ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ആ സാധനം ട്രെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയപ്പോ ഇൻസ്റ്റാഗ്രാം ഭയങ്കര, അത് പറഞ്ഞാൽ അവരുടെ രസമുള്ള പരിപാടികളായിരുന്നു. കാരണം ഇവരും കളിയാക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡിനെ പറ്റിയും കേരളത്തിൽ നടക്കുന്ന പ്രശ്നം. ഇൻസ്റ്റാഗ്രാമിൽ ടൂ മച്ച് ടോക്സിക് കണ്ടന്റ്, ടൂ മച്ച് സാധനങ്ങൾ, ആറാട്ടന്റെയും അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമുക്കിത് മനസ്സിലാവില്ല. ഇത് എന്താണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നത്. പിന്നെ ഓൾസോ ലൈക്ക് ഒരേ ഈവന്റ് അല്ലെങ്കിൽ ഒരേ ഇഷ്യൂവിന്റെ തന്നെ രണ്ട് സൈഡിലും ട്രൂത്ത് ഉള്ള പോലെയൊക്കെ റീൽസിന് വരാൻ തുടങ്ങി. നമുക്ക് ഈ ലോകത്ത് നടക്കുന്നതിൽ എന്താ സത്യം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെത്തി സോഷ്യൽ മീഡിയ. അപ്പൊ ഈ സാധനം ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് നമ്മൾ പാട്ടാണല്ലോ ചെയ്യണത്. അപ്പൊ പാട്ടിൽ എന്ത് ചെയ്യാന്ന് ആലോചിച്ചപ്പോ ഈ ഹാഷറിന് ഈ സാധനം എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള സാധനം വെച്ചിട്ട് ഒരു പാട്ട് അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പൊ എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ വെറുതെ ഒരു റീൽ ഉണ്ടാക്കി ലിറിക്സ് ഒക്കെ വേറെ കലയ്ക്കൊന്നും വിലയില്ല, കഴിവിന് അംഗീകാരമില്ല, പാസ്റ്റ് ലൈഫിലെ ബാഡ് ഡീഡുകൾ കാരണം ഇപ്പോൾ ഗതിയില്ല, റീൽസ് കയറിയ നെഗറ്റീവാണ്, ഷോർട്സ് കയറി ബാഡ് റെക്കമെൻഡേഷൻ, വായനശീലം തീരെയില്ല, ത്രെഡ്സിലാണ് ആളുമില്ല, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്. അങ്ങനത്തെ സാധനം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള എഴുത്ത്. അപ്പൊ അത് ഇറക്കി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു കുറെ സെലിബ്രിറ്റീസ് ഒക്കെ ഇത് കണ്ടിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട് ഇവര് നമ്മളെ ഫോളോ ചെയ്തു അതില്. അപ്പൊ അതിൽ ഫോളോ ചെയ്തായിരുന്നു ഈ വിപിൻ ദാസ്, മറ്റേ ഡയറക്ടറും പുള്ളിയൊക്കെ അതിൽ ഫോളോ ചെയ്തായിരുന്നു. അപ്പൊ പുള്ളി അങ്ങനെ ഞങ്ങളുടെ കണ്ടന്റ്സ് ഒക്കെ ചെക്ക് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സമയത്ത് വാഴ 2 വരുന്ന സമയത്ത് പുള്ളിക്ക് ഈ ഹാഷിർ ഞങ്ങളുടെ ഈ ട്രാക്ക് അവരുടെ പടത്തിന്റെ കണ്ടക്സ്റ്റിൽ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയി സെറ്റാണ് തോന്നി. അപ്പൊ അങ്ങനെ ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് എടാ ഈ ട്രാക്ക് രസമുണ്ട്, ഇതിലത്തെ ഈ റീൽ എന്നുള്ള കണ്ടന്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതിനെ വേറൊരു വേൾഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ലൈക്ക് റിയൽ വേൾഡ് പരിപാടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവസാനം ഞങ്ങൾ വിപിൻ ദാസ് ചേട്ടനെ വിളിച്ചിട്ട് നമുക്കൊന്ന് പടം കണ്ടിട്ട് ലൈക്ക് ഈ പാട്ട് വരുന്ന ഒരു ഏരിയയും മൊത്തത്തിൽ പടത്തിന്റെ ഒരു വേൾഡ് മനസ്സിലാക്കിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടും എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ദിവസം ഇരുന്ന് പടം കണ്ട് നാട്ടിൽ നടക്കുന്ന പ്രശ്നത്തിനെ പറ്റി ഈസിലി എഴുതാൻ പറ്റുന്ന ഒരു പാട്ടായിരുന്നു. അപ്പോൾ നമുക്ക് മെയിൻലി ഫ്രസ്ട്രേറ്റഡ് ആവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയൽവാസിക്കാര് നമുക്കൊരു പ്രത്യേക ദേഷ്യം വരും. കാരണം ഇവര് വെറുതെ അനാവശ്യമായിട്ടൊരു ഒരു ആവശ്യമില്ലാതെ ഇന്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിങ്ങനെ ഉണ്ടല്ലോ, നമ്മള് എന്ത് ചെയ്യണെങ്കിലും നമ്മുടെ വീട്ടിലൊന്ന് ഒച്ചത്തിൽ സംസാരിക്കുമ്പോ തന്നെ അപ്പുറത്ത് വീട്ടുകാർ കേൾക്കും. അതേപോലെ തന്നെ നമുക്കറിയുന്ന ഒരു ചേച്ചി ഉണ്ടാവും, ആ ചേച്ചി നമ്മുടെ അടുത്ത് ഇങ്ങനെ ചിരിച്ചു കാട്ടും. പക്ഷെ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ കുറ്റം പറയും, ചെക്കനെ അവനെ കണ്ടറിയും കഞ്ചാവാണെന്ന് ഇങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. സിനിമയുടെ കോണ്ടെക്സ്റ്റിലും അപ്പൊ അവരുടെ ക്യാരക്ടേഴ്സ് അതുപോലെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ആ പാട്ട് അവിടെ എന്തുകൊണ്ട് മാച്ച് ആയിരുന്നു. ഒന്ന് 3 പേരും കൂടെ ആ ട്രാക്ക് ഒന്ന് പാടിയ പാടനേക്കാട്ട് അതിന്റെ ലിറിക്സ് ഒന്ന് അല്ലെ അതൊന്ന് പറഞ്ഞു നമ്മുടെ ലൈൻസ് പറഞ്ഞാൽ മുന്നിൽ പുഞ്ചിരി തൂകണ ചേച്ചി, പിന്നില് എന്തിനേ ക്ഷണി കാച്ചി, പരദൂഷണം പരത്തണ പൂച്ചി, നാട്ടില് എല്ലാം വീട്ടിലും പാടി പാടി ചേച്ചി എന്തിനിങ്ങനെ കാട്ടി, നാട്ടിലും വീട്ടിലും മാട്ടി, അവരാകെ കേട്ടത് പാടി ബാക്കി കൈ നിട്ടങ്ങ് പാടി. അപ്പൊ അങ്ങനെ അവിടെ പുഞ്ചിരി ചേച്ചി ഏഷ്യന് കാച്ചി, അത് പൂച്ചിനെ മറ്റേ ബട്ടർഫ്ലൈനെ പോലെ എല്ലാ വീട്ടിലും പറന്ന് എല്ലായിടത്തും പോയി കുറ്റവും പറഞ്ഞ് എന്തിനാ ചേച്ചി ഇങ്ങനെ കാട്ടണം. അങ്ങനെ അതാണ് ഭയങ്കര സിമ്പിളാ. എന്നിട്ട് ഈ കേട്ട ആൾക്കാർ പകുതിയെ കേട്ടിട്ടുണ്ടാവുള്ളൂ ചേച്ചി പറഞ്ഞത്, ബാക്കി അവര് കൈ നിടും. അപ്പൊ ഈ ന്യൂസ് പിന്നെയും മാറും. ചേച്ചി ചിരിച്ചു വന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ ചേച്ചിനോട് പറയും കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഇങ്ങനെ ഒരു ജോലിയൊക്കെ നോക്കുന്നുണ്ട്, അത് മാത്രമൊന്നും സെറ്റായല്ലോ, ഓക്കെയാണ്. അവന് ജോലിയൊന്നും കിട്ടണില്ല, അവനൊന്നും പഠിച്ചില്ല, അവൻ പഠിച്ചവിടുന്ന് സപ്ലൈ ആയിട്ടാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ചേച്ചി ഒരു ന്യൂസ് അങ്ങോട്ട് പരത്തും. ആ ന്യൂസ് കേട്ട ആൾക്കാർ എന്ത് ചെയ്യും, അവൻ ആ കോളേജിൽ അടി ഉണ്ടാക്കിയിട്ട് അവിടുന്ന് അവനെ പുറത്താക്കിയിട്ട് അവൻ വന്നു എന്നുള്ള ലെവലിൽ ഒരു ന്യൂസ് പറയും. അവസാനം നോക്കുമ്പോൾ നാട്ടിൽ നമ്മൾ വലിയ ഗുണ്ട. അപ്പൊ ഈ ഒരു കണ്ടക്സ്റ്റ് ഉണ്ടല്ലോ, ഈ സാധനം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതായിരുന്നു മെയിൻ. നിങ്ങൾ ജാസി ഗിഫ്റ്റിനെ ഒക്കെ വെച്ചിട്ടൊരു പാട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? അതെങ്ങനെ ഉണ്ടായിരുന്നു? ജാസി ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ എല്ലാ കാലഘട്ടത്തിലെ ആൾക്കാർക്കും പൊളി ആ ഒരു ടൈപ്പ് ആളാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ പഠിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആവുമ്പോ എന്തൊക്കെ വേണം എന്നൊരു ക്യാരക്ടർ, ഒരു പേഴ്സണാലിറ്റി കുറെ പഠിക്കാനുണ്ടാവില്ലേ ആള്. എനിക്ക് തോന്നുന്നു ആളിപ്പോ എങ്ങാണോ ഇപ്പോഴും എങ്ങാണ് ആള് 20s ജീവിക്കുന്നത്. ആളുടെ തോട്ടും ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസും. പിന്നെ പാടുന്ന സമയത്ത് നമ്മൾക്ക് ഫുൾ ഗൂസ് ബംപ്സ് ആയിരുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ച് എന്റെ അപ്പുറത്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെ എക്സ്പെക്ട് ചെയ്യില്ല ജാസി ഗിഫ്റ്റ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ റെഡി ആവുമെന്ന്. ഞങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു സക്സസ് പോയിന്റ് അതൊക്കെ നടക്കും. ചെറുപ്പത്തിൽ അങ്ങനെ കേട്ട് വളർന്ന ഈ സുശീൽ ശർമ്മയായിട്ടുള്ള കൊളാബറേഷൻ ചെയ്യും. കാരണം നമുക്ക് ഇപ്പൊ ഈ പുട്ടുപാട്ട്
അപ്പൊ ഇവര് ജാം ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഭയങ്കര പോപ്പുലറാ പണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെയാണ് ഇൻസ്പിറേഷൻ. അപ്പൊ ആ ഒരു പോയിന്റിൽ നമ്മൾ ഇൻസ്പയർഡ് ആയ ആൾക്കാരായിട്ട് റിയൽ ലൈഫിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര. ഇവരിപ്പോ ജനാദികൾ പാർട്ട്ണറാക്കിയാലും ഇവർക്കൊക്കെ മറ്റൊരു സൈഡ്, ആ കൊറക്കി സൈഡ് ഉണ്ട്, ഇവരൊക്കെ എല്ലാവർക്കും ഉണ്ട് ഈ സാധനം. ഇപ്പൊ മലയാളി മങ്കി നമ്മൾ ആസ്വദിക്കുന്ന ഈ സൈഡ് ഇവരൊക്കെ അവരും ആസ്വദിക്കുന്നുണ്ട് ഇത്. അപ്പൊ അതാണ് ഈ കണക്ഷൻ നമുക്കെല്ലാം കിട്ടുന്നത്. അവർ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യുമ്പോഴും ആ ഒരു ഫ്രീ ആവും, ചില്ലാവും. ഓ നമ്മുടെ മച്ചാന്മാരെ പോലെ തന്നെയാണെന്നുള്ള സാധനം കിട്ടും. അവർ നമുക്ക് തരും, നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ നിങ്ങൾ ഈ സ്ട്രീം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അതിലൂടെ നിങ്ങളുടെ മ്യൂസിക്സ്, അതായത് ഇൻഡിപെൻഡന്റ് രീതിയിലുള്ള ആ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ അല്ലാണ്ട് ഇപ്പം ലൈവായിട്ട് നിങ്ങൾ നിങ്ങളുടെ കോൺസേർട്സ് പോലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്, മൂവീസും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഒരു ഇഷ്ടം ഏതിലാ ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്? സ്റ്റേജിൽ പോകുമ്പോ സ്റ്റേജ് ഭയങ്കര ഒരു ഹൈ ആണ്. സ്റ്റേജിലെന്ന് വെച്ചാല് ഇപ്പൊ കോളേജിൽ ഷോയിലൊക്കെ പോകുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഫ്രീഡമാണ് ഓഫർ ചെയ്യണം. മറ്റേ ആൾക്കാർക്ക് സ്റ്റേജ് ഷോയില് പോകുമ്പോ ഈ പാട്ടൊക്കെ ഇപ്പൊ ഇല്ല മൈരേ എന്ന് പറയാനും വയ്യ വയ്യേ എന്ന് പറയാൻ പറ്റുക കോളേജ് ക്യാമ്പസിൽ നിന്ന് ടീച്ചർമാരും എല്ലാവരും കേക്ക് അതൊരു പറയുന്നത് ഭയങ്കര സാധാരണത്വം നിറഞ്ഞ കാര്യമാണ്. അല്ലാണ്ട് നമ്മളെ മ്യൂസിക് സോങ് ഒന്നും അല്ല ഉണ്ടാക്കണത്. ഇല്ലട മൈരേ എന്ന് പറയാൻ പോലും പറ്റുന്നില്ല എന്നാണ് നമ്മൾ പാട്ടുകൾ പറയണത്. അപ്പോൾ അതിന്റെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണതിന്റെ ഒരു സുഖം എനിക്ക് പിള്ളേരൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ കോളേജ് ഷോസ് ഒക്കെ ഭയങ്കര രസമാണ്, പിള്ളേരൊക്കെ നമ്മൾ ഭയങ്കര സ്നേഹമാണ്. കുറച്ച് ഇന്ററാക്റ്റീവാ ഞങ്ങളുടെ കോളേജ് ഷോ. പാട്ട് പാടി പോവാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അവിടെ 4 പേരെ ഊക്കി, 4 പേരെ സ്റ്റേജിലൊക്കെ കയറ്റി. നിങ്ങളുടെ മെയിൻ പരിപാടിയാണ് അല്ലേ? എല്ലാവർക്കും ഓരോ മെയിൻ പരിപാടി ഉണ്ടാവില്ലേ, ഞങ്ങളത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഊക്കുന്നത്. സർക്കാസ്റ്റിക്. ഇപ്പൊ ചാക്യാർകൂത്ത് പോയിട്ടുണ്ടോ? ചാക്യാർകൂത്താണോ? ചാക്യാർകൂത്ത് പരിപാടി അമ്പലത്തിലൊക്കെ പരിപാടിയാ. അത് വഴി പോണ ആൾക്കാരൊക്കെ പിടിച്ചിരുത്തി നോക്കും. അതിന്റെ ഒക്കെ ഒരു വേറെ വേർഷൻ. അപ്പൊ അതിനെ അത്ര കാര്യമായിട്ട് എടുക്കണ്ട, അത് ലൈറ്റ് മൈൻഡ് ആയിട്ട് എടുത്താൽ മതി. പിന്നെ വേറെ സംഭവം, ഈ പാട്ടുകളെല്ലാം ഞങ്ങളെ തന്നെ കളിയാക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ പുറത്തുള്ള ആൾക്കാരെ മാത്രമല്ല ഊക്കുന്നതോ കളയാക്കുന്നതോ, നമ്മളെയും കളിയാക്കി തന്നെയാണ് എല്ലാ പാട്ടും. നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടോ ആരുടെ അടുത്തുനിന്നെങ്കിലും? ലൈക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ത്രൂ എല്ലാം ഉണ്ട്, നിങ്ങൾ അത് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടിയിരിക്കും. ഇപ്പൊ ഞങ്ങള് ബലികഞ്ഞി പാട്ടില് ഞങ്ങൾ പറയുന്നുണ്ട്, കാരണം ഈ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് പുട്ടുപാട്ട് പോലെയൊക്കെ തന്നെ ഉണ്ടോ, പണവും പ്രതാവും ആ പാട്ട് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ പാട്ട് തന്നെ എഴുതി, ഇത് പുട്ട് പാട്ടല്ല വേറൊരു സോങ് ആടാ, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കാതെടാ. ഓഡിയൻസ് പോസിറ്റീവ് നെഗറ്റീവ് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അടുത്ത പാർട്ടിക്ക് പോവാ, സാധനം ഇറക്കി വിട്ടാൽ തീർന്നു, അങ്ങനത്തെ ഒരു മൈൻഡാണ്. ഇനി എന്താ നിങ്ങളുടെ ലേറ്റസ്റ്റ് റിലീസ് വരാൻ പോകുന്നത്? അറബിയുടെ ചന്തി, അറബീസ് ആസ്. പ്രവാസികളുടെ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചും ഞങ്ങൾ ഒന്ന് ദുബായി പോയിട്ട് ഒന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്കും. ഞങ്ങളുടെ വേണ്ടപ്പെട്ട കുറെ കൂട്ടുകാരൊക്കെ ഇപ്പൊ ദുബായിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ മ്യൂസിക് ചെയ്ത കുറെ ആൾക്കാരുടെ അവസാനം സർവൈവലിന് പച്ച പിടിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്തിട്ട് അവരിനിപ്പോ എങ്ങനെയും പോയി ദുബായിൽ 2 വർഷം പണിയെടുത്തിട്ട് തിരിച്ചു വരാം. അപ്പൊ അവരെല്ലാരും പറയണ ഒരു ഡയലോഗാണ്, കടത്തിന് മേലെ കടം വേണ്ടേ അർമാദിക്കാം. അതെ, അവരെല്ലാരും തന്നെ പറയുന്നത്, ആളെ എനിക്ക് അറിയില്ല, ഇവിടെ നിന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനിയിപ്പോ നാട്ടിൽ നിന്ന് മാറിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അറബിയുടെ ചന്തി കഴുകിയിട്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റും നോക്കട്ടെ എന്നുള്ളൊരു യൂഷ്വൽ ഡയലോഗ് ഉണ്ട്. അത് വെച്ചൊരു പാട്ടായി. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെ ലൈഫും അല്ലെങ്കിൽ അതിൽ വരുന്ന സാഹചര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്സ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈഫും കണക്ട് ചെയ്തിട്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസസും കണക്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് പോട്ടെ. ഇനിയും മലയാളി മങ്കീസിന്റെ വക ഒത്തിരി പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അടുത്ത പോഡ്കാസ്റ്റിൽ അടുത്ത ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുമായിട്ട് കാണാം. ദിസ് ഇസ് മീ അഞ്ജും മെഹബൂബ് സൈനിങ് ഓഫ് ഫ്രം സൂപ്പർ ഡൂപ്പർ മ്യൂസിക് പ്രസൻസ് ലെറ്റ്സ് ടോക്ക് മ്യൂസിക്.